സഭയെ തിടുക്കമുണ്ടോ മണവാളനെ കാണാൻ? ആർപ്പുവിളി കേൾക്കാറായി കാഹളം മുഴങ്ങാറായി മരിച്ചവരും ഉയർക്കാറായി മേഘെ പോകാറായി. ആർപ്പുവിളി കേൾക്കാറായി കാഹളം മുഴങ്ങാറായി മരിച്ചവരും ഉയർക്കാറായി മേഘെ പോകാറായി. ഒരുക്കമുണ്ടോ 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 മണവാട്ടി സഭയെ? ഒരുക്കമുണ്ടോ മണവാട്ടി സഭയെ? തിടുക്കമുണ്ടോ മണവാളനെ കാണാൻ? ഒരുക്കമുണ്ടോ മണവാട്ടി സഭയെ? തിടുക്കമുണ്ടോ മണവാളനെ കാണാൻ? മദ്യപാനത്താലും ജീവചിന്തകളാലും ആ ദിവസം കെണി പോലെ വന്നിടല്ലേ. മദ്യപാനത്താലും ജീവചിന്തകളാലും ആ ദിവസം കെണി പോലെ വന്നിടല്ലേ. വരുമേ വേഗം വരുമേ, വാക്ക് തന്ന മണവാളൻ വരുമേ. വരുമേ വേഗം വരുമേ, പോയതുപോൽ വീണ്ടും വരുമേ. ഒരുക്കമുണ്ടോ 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 മണവാട്ടി സഭയെ? ഒരുക്കമുണ്ടോ മണവാട്ടി സഭയെ? തിടുക്കമുണ്ടോ മണവാളനെ കാണാൻ? ഒരുക്കമുണ്ടോ മണവാട്ടി സഭയെ? തിടുക്കമുണ്ടോ മണവാളനെ കാണാൻ? അവിശ്വാസത്താലും പാപചെയ്തികളാലും ആ ദിവസം കൈവീടപ്പെട്ടിടല്ലേ. അവിശ്വാസത്താലും പാപചെയ്തികളാലും ആ ദിവസം കൈവീടപ്പെട്ടിടല്ലേ. വരുമേ വേഗം വരുമേ, നിനയാത്ത നാഴിക വരുമേ. വരുമേ വേഗം വരുമേ, നിനയാത്ത നാഴിക വരുമേ. വരുമേ വേഗം വരുമേ, നിർമ്മലയാം സഭയ്ക്കായി വരുമേ. വരുമേ വേഗം വരുമേ, നിർമ്മലമാ സഭയ്ക്കായി വരുമേ. ഒരുക്കമുണ്ടോ 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 മണവാട്ടി സഭയെ? ഒരുക്കമുണ്ടോ മണവാട്ടി സഭയെ? തിടുക്കമുണ്ടോ മണവാളനെ കാണാൻ? 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 ഹല്ലേലൂയ. നമുക്കൊരുക്കവും നമുക്ക് തിടുക്കവും വേറെ പലതും കാണാനാ. പക്ഷേ ഒരു മണവാട്ടിക്ക് ഒരുക്കവും ഒരു മണവാട്ടിക്ക് തിടുക്കവും യേശുവിനെ കാണാനാ. സ്വന്തം ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ കാണാൻ ഒരുക്കവും തിടുക്കമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്കറിയാം, ഈ ലോകം എങ്ങോട്ടെന്ന് അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും സ്വത്രം കൊച്ചു 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 കുഞ്ഞുങ്ങൾ ലഹരിയിൽ പിടിക്കുന്ന എത്ര പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വത്രം കേസിൽ കുരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വ്യത്യസ്തമായ നിലവാരങ്ങളിൽ ലോകം ഏറ്റവും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ തൊട്ടപ്പുറത്ത് പല സ്ഥലങ്ങളിലോട്ട് പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം ഇപ്പോൾ അത്രയ്ക്ക് പ്രശ്നം നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കറിയാം ഇതിനകത്ത് സ്വത്രം ഒരു കൂട്ടം പേരേ ഉള്ളൂ. ഒരു കൂട്ടം പേര് അവിടെ ഒരു കൂട്ടം പേരുണ്ട്. അവർ യേശുവിനെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വത്രം അവരുടെ തലമുറകളെയും അവർ ദൈവത്തിനെ കർത്താവായ യേശുക്രിസ്തുവിനെ അവർക്ക് കൊടുത്താൽ മാത്രമേ ആ തലമുറകൾ യേശുവിനായി ജീവിക്കൂ. യേശുക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല, നമ്മളിലൂടെ നമ്മൾ
മക്കൾ യേശുവിനെ കാണണം. അല്ലാത്തടത്തോളം കാലം അവർ സ്കൂളിൽ നിന്ന് അവർക്ക് യേശുവിനെ കാണാൻ പറ്റൂല, അവർ കോളേജിൽ പോയി അവർക്ക് യേശുവിനെ കാണാൻ പറ്റൂല, അവർ ബസ്സിൽ കയറുമ്പോൾ പലയിടത്തുകൂടെ യേശുവിനെ കാണാൻ പറ്റൂല, മറ്റ് പലയിടത്ത് പോയാലും അവർക്ക് യേശുവിനെ കാണാൻ പറ്റൂല. യേശുവിനെ കാണണമെങ്കിൽ രക്ഷിക്കപ്പെട്ട എന്നിലൂടെ അവരെൻ്റെ യേശുവിനെ കാണണം. നമ്മളെ വീടിനകത്തുള്ള മക്കൾ നമ്മളിലൂടെ യേശുവിനെ കാണണം. അല്ല ഒരിടത്തുകൂടെ അവർക്ക് ചാൻസ് ഇല്ല കിട്ടാൻ. അവർക്ക് കാണുന്നതെല്ലാം ലോകത്തിലുള്ള സ്വഭാവങ്ങൾ, നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണെന്ന്. നമ്മളൊരിക്കലും നമ്മൾ വിടുമ്പോൾ സ്കൂളിലെ അധ്യാപകരിലൂടെ നമുക്ക് ഇല്ല നമുക്കറിഞ്ഞുകൂടാ അവരാരാണ്, അവർ ദൈവത്തെ കണ്ടതാണോ അല്ലേ അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, എന്നിലൂടെ എൻ്റെ മക്കൾ യേശുവിനെ കണ്ടാൽ കൂടുതൽ സമയം ആ കുഞ്ഞുങ്ങൾ ചിലവഴിക്കുന്ന നമ്മളോടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിലൂടെ യേശു, നമ്മുടെ ദേഷ്യം കണ്ട് അവരും ദേഷ്യപ്പെടും. നമ്മുടെ കൈ അഭ്യാസം കണ്ടാൽ അവർ ഇല്ല. വചനത്തിലുണ്ട്, എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളെ വായിച്ചേ, ആ വാക്യം വായിച്ചിട്ട് നമുക്ക് പോകാം. വായിച്ചേ, 6:1 ടക്കനെ വായിച്ചേ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്യത്തോട് കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഇത് മക്കളുടെ അകത്ത്, നമ്മുടെ മക്കളുടെ അകത്ത് വീഴണം. അടുത്ത വരി, പിതാക്കന്മാരോട് പറയുകയാണ്, അപ്പനോട്, കുഞ്ഞിന്റെ അപ്പനോട് പറയുകയാണ്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യം കാണിച്ച് പലതും ചെയ്യാൻ നോക്കാം. അവർ മടങ്ങൂല. ദേഷ്യം കാണിച്ച് പലതൊക്കെ ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് വിചാരിക്കും, പറ്റൂല. എത്രത്തോളം ദേഷ്യപ്പെടും അത്രത്തോളം അവരത് കണ്ടു പഠിക്കുകയും ചെയ്യും. നമ്മളിലുള്ള മൃഗ സ്വഭാവത്തിനെ അവരുടെ അകത്തൂടെ അത് ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്, നമ്മൾ തന്നെ അതങ്ങ് കയറ്റുകയാണ്. പക്ഷേ അതേസമയം നമ്മളിലുള്ള യേശുവിനെയാണ് കുഞ്ഞുങ്ങൾ കണ്ടാൽ അവിടെ നിന്ന് ചിന്തിക്കും. സ്തോത്രം. അവർ അങ്ങോട്ട് പോകുമ്പോൾ അവർ ചിന്തിക്കും, എൻ്റെ വീടിനകത്ത് ഇങ്ങനെ ആയിരുന്നു, എൻ്റെ പപ്പ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു, എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ദൈവജനം തന്നത് ഇങ്ങനെ ആയിരുന്നു. അവരിന്ന് പെട്ടെന്ന് ചിന്തിച്ചില്ലെങ്കിലും പിന്നൊരു ദിവസം അവർ ചിന്തിക്കും. ഇന്ന് ഈ ലോകത്തിൽ വേറെ ഒരിടത്തൂടെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മറ്റൊരു യുഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വത്വം ഏതെങ്കിലും ഒരു സ്ക്രീൻ കാണാതെ, അത് ടച്ച് ചെയ്യാതെ, അത് മുൻപിലില്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത കാലഘട്ടം. മൊബൈലെങ്കിലും അടുക്കളയ്ക്കകത്തില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കാലഘട്ടം. TV ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കാലഘട്ടം. ചില സ്ക്രീനിലൂടെ ചിലത് കണ്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടം. ഇന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സ്തോത്രം, ദൈവത്തിന് മഹത്വം. അഭിനയങ്ങളുടെ കാലഘട്ടം. അഭിനയം ഇന്ന് ലോകം മുഴുവൻ അഭിനയത്തിൻ്റെ കാലഘട്ടമാണ്. പലതും അഭിനയിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറയാം, ഇവരുടെ ഒന്നും നടുവിൽ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും യേശുവിനെ കാണാൻ പറ്റത്തില്ല. അഭിനയിക്കുന്നവരെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ പുറത്ത് അഭിനയം കാണുന്നത് പോലെ നമ്മുടെ വീട്ടിനകത്ത് വന്ന് അവർ അഭിനയം കണ്ടാൽ അവരും അതേ പഠിക്കും. നമ്മൾ ആദ്യം മരിച്ച യേശുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തി നമ്മളെ കുഞ്ഞുങ്ങൾ, ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ എങ്കിലും അവർ അടുത്ത് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കയ്യിൽ കിട്ടാൻ പോകണില്ല. പെൺപിള്ളേരായിരുന്നാലും ശരി, ആൺപിള്ളേരായിരുന്നാലും ശരി. വചനം അങ്ങനെയാണ്. സ്തോത്രം. ഒരുപാട് സ്തോത്രം. ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവ്, ഈ ഒരു തലമുറയിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ, നിങ്ങൾ വിചാരിക്കും ഈ സിസ്റ്റർ എന്തോന്നാ ചിന്തിക്കുന്നത്, ഞങ്ങളെയും കൂടെ അങ്ങനെയല്ല. ഞാൻ ചിന്തിക്കും. കഴിഞ്ഞ നാളുകളുള്ളതുപോലെ അല്ല ഇപ്പം. ഞാൻ ചിന്തിക്കും, വല്ലാതെ ചിന്തിക്കും. അപ്പോൾ എത്രമാത്രം രക്ഷകർത്താക്കൾക്ക് ദൈവത്തിൻ്റെ കൃപ വേണം ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ. എത്രമാത്രം വേണം, എത്രമാത്രം അഭിഷേകം വേണം. ഇവരെ പഠിപ്പിക്കണം, പാപം ചെയ്യാതെ പഠിപ്പിക്കണം. അവർ നല്ല നിലയിൽ എത്തണം, പക്ഷേ ക്രിസ്തുവുള്ള മക്കളായിട്ട് എത്തണം. അവർ പാപം ചെയ്ത് നമ്മളെ വിട്ട് അമ്മാന്ന് പോലും അപ്പാന്ന് പോലും നാളൊരു സമയം വിളിക്കാത്തവരായിട്ട് ഓടാനല്ല, തിരിച്ചറിഞ്ഞുവിടാത്തവരായിട്ട് ഓടാനല്ല, അവർ ക്ഷീണിക്കുമ്പോൾ അവരെ കാണുമ്പോൾ തിരിഞ്ഞു ഓടാനെന്നവരായിട്ടല്ല. ഓ ജീസസ്, യേശുവുള്ള മക്കളായിട്ട് മാറണം. ഇന്നങ്ങനെയാണ് കാണുന്നത്. മടക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാൻ, നമ്മളിലൂടെ നമ്മളെ മക്കളെ യേശുവിനെ മാത്രം കാണാൻ, നമുക്ക് ക്ഷമിക്കാൻ, നമുക്ക് താഴാൻ, കോപിപ്പിക്കാതെ. അടുത്ത വരി, ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എങ്ങനെ വളർത്തണം? ബാലശിക്ഷയിലും കോപിപ്പിക്കാതെ. കോപം ഒന്നിനും പരിഹാരമല്ല. നമ്മളെ മക്കളും തിരിച്ചു കോപിപ്പിക്കാതെ. പിന്നെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും അവരെ പോറ്റി വളർത്തിയില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർ തിരിച്ചും പ്രതികരിക്കും. ഇന്ന് നമ്മളോട് പ്രതികരിക്കും, നാളെ പുറത്തുള്ളവരോട് പ്രതികരിക്കും. മുമ്പൊക്കെ ആമ്പിള്ളേരാണ് കുഴപ്പം കൂടുതൽ.
ഇപ്പം അങ്ങനെയല്ല, തിരിഞ്ഞു വന്നു. പണ്ട് അങ്ങനെയല്ല. സ്വത്രം ആമ്പിള്ളേരാണ് അങ്ങോട്ട് പോകുന്നത് പെൺപിള്ളേരുടെ കയ്യിൽ. ഇപ്പോൾ പെൺപിള്ളേർ അങ്ങോട്ട് പോകുക തിരിച്ച്. ഞാൻ പറഞ്ഞത് മോശം പറയുകയല്ല, ഇന്നത്തെ ലോകം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്വത്രം അന്ന് പപ്പയുടെ അമ്മയുടെ കൂടെ നിന്ന് പഠിക്കാൻ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കും. ഇന്നങ്ങനെയല്ല. ഒരു 10 കഴിയും +1 +2 പോലും ദൂരെ നിന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്വത്രം നമ്മുടെ മക്കളെ കയ്യിൽ 100 രൂപ വരുമെങ്കിൽ അവർ 50,000-ൻ്റെ പവർ കാണിച്ചിരിക്കും. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങളൊന്നും എനിക്ക് വേണ്ട, എൻ്റെ പൈസ വെച്ച് എനിക്ക് ജീവിക്കാൻ അറിയാം. ഇതൊക്കെ പറയുന്നത് 100 രൂപ കയ്യിൽ കിട്ടിയാൽ മതി. 100 രൂപ നമ്മളെ മക്കളെ കയ്യിൽ കിട്ടിയാൽ മതി, പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, യേശുവിലൂടെ അല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് അറിഞ്ഞൂടെ, കർത്താവ് വരാൻ അടുത്തിരിക്കുക. യേശുവിലൂടെ അല്ലാതെ ഒന്ന് നമ്മൾ ആദ്യം ശരിയാകണം. നമ്മൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും വീഴുകയും സമർപ്പിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവഭാഗത്ത് മുട്ടുമടക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അതുപോലെ തുടങ്ങും. അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരോട് സുവിശേഷം പറയാൻ പറ്റും. അവരുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങും. ചെറുതായിട്ട് മാറ്റം വന്ന് നമ്മൾ വില കൊടുക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ചിലപ്പോൾ അവർ രാത്രി കേട്ടായിരിക്കും ചാടി എഴുന്നേറ്റ് അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോഴും നിങ്ങൾ പേടിക്കണ്ട, ചിലപ്പോൾ ക്ഷീണം തോന്നുന്നു, നമ്മുടെ ശരീരം ക്ഷീണമായിരിക്കും. വിലക്കിനായി സാരമില്ല. ആ ക്ഷീണത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റിരുന്ന് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാൻ പോകുന്നത്, തീച്ചുകളുടെ നടുവിലൂടെ പോകുന്നത്, തീപ്പന്തങ്ങളുടെ നടുവിലൂടെ അഴിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാലും പ്രാർത്ഥിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, രാത്രിയും പകലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, അവരുടെ മുമ്പിലും പുറത്തും അല്ലാതെ രഹസ്യത്തിലും പരസ്യത്തിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഞാൻ പറയാം, നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളിലൂടെ കാണുന്നത് പുറത്തുള്ള ഒരാളിനെ ആയിരിക്കത്തില്ല, യേശുവിനായിരിക്കും. ഇത് പുറത്ത് അവർ ചെല്ലുമ്പോൾ ഇത് കാണാൻ കിട്ടത്തില്ല, ഈ സ്നേഹം കിട്ടത്തില്ല, ഈ സന്തോഷം കിട്ടത്തില്ല, ഈ സമാധാനം അവർക്ക് കിട്ടത്തില്ല, ഈ ആശ്വാസം കിട്ടത്തില്ല. ഇത് കാണുമ്പോഴാണ് നമ്മളെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്തും ജീവിതത്തിനകത്ത് മാറ്റം വരുന്നത്. പുറത്തിറങ്ങുമ്പോൾ അവർക്കറിയാം, അവർ പഠിച്ചു വളർന്നു വന്നത് അവർക്കറിയാം, അവരെ വീട്ടിനകത്ത് അഭ്യസിപ്പിക്കുന്നത് അവർക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാം, ദാവീദിനെ വിരലുകൾ അഭ്യസിപ്പിച്ച് 144 സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനങ്ങൾ 144 2-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, സങ്കീർത്തനം 144 2-ാം വാക്യം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ യുദ്ധത്തിൽ എന്റെ കൈകളെയും പോരിന്. ഈ ലോകത്തിൽ ചില യുദ്ധങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്, യുദ്ധമുണ്ട്. എന്ന് വരെ യുദ്ധമുണ്ട്, അവസാനം വരെയും യുദ്ധമുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെയും, അല്ലെങ്കിൽ യേശുവിൻ്റെ വരവ് വരെയും ഒരു ദൈവത്തിൻ്റെ പൈതലിന് യുദ്ധമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മാ സേനകളോടും ഈ ലോകത്തിൻ്റെ അധിപതികളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. വീണ്ടും നമുക്ക് പറയുമ്പോൾ സ്വത്രം അപ്പോസ്തലനാകുന്ന പൗലോസ് തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും ഇടിക്കുന്നൊരു പോരാട്ടം നമുക്ക് ഉണ്ട്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും, ആമേൻ, ദൈവത്തിൻ്റെ വചനത്തിനും പരിജ്ഞാനത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും പൊങ്ങി വരുന്ന ചില ഉയർച്ചകൾ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വരും. ഇതിനെ ഇടിക്കുന്ന ഒരു ദൈവശക്തി നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേൽ വരും. പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിനെ കണ്ടാൽ അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിനെ അവരോട് സംസാരിക്കുമ്പോൾ അറിയാം, അവർക്കൊരു ബലം കാണും, അവർക്കൊരു ഉറപ്പ് കാണും, അവർക്കൊരു ധൈര്യം കാണും. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥിച്ച് അവനൊരു ധൈര്യമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നവനൊരു അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്ന പൈതൽ ധൈര്യത്തോടെ ആഹാവിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. മുട്ടുമടക്കുക, ദൈവഭാഗത്ത് മുട്ടുമടക്കി പറയുക, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന വിഷയമുണ്ട്, എനിക്ക് അതിനകത്ത് നിന്ന് പുറത്തു വന്നേ തീരൂ. ദൈവഭാഗത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പൈതലാണോ? ഞാൻ പറയാ, ഇന്നല്ലെങ്കിൽ നാളെ നീ മറുപടി കണ്ടിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവഹിതപ്രകാരമുള്ള സകല പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ട്. ദൈവഹിതപ്രകാരമുള്ള സകല യാചനകൾക്കും ആരൊക്കെ വിട്ടുകൊടുക്കുന്ന എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു പൈതൽ തളരാൻ പോകുന്നില്ല. അകത്തെ മനുഷ്യന് ബലമുള്ള ഒരു പൈതൽ സോദരയിൽ തളരാൻ പോകുന്നില്ല. ആമേൻ. പ്രാർത്ഥിക്കുന്ന പൈതൽ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്ന പൈതലിന് അകത്തെ മനുഷ്യന് ഭയങ്കര ബലമായിരിക്കും.
ആമേൻ. ശോധന വരുമ്പോൾ പേടിക്കത്തില്ല, പ്രയാസം വരുമ്പോൾ പേടിക്കത്തില്ല, പ്രതിസന്ധി വരുമ്പോൾ പേടിക്കത്തില്ല, പ്രതികൂലം വരുമ്പോൾ പേടിക്കത്തില്ല. പ്രതികൂലത്തിന് നടുവിൽ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ചെന്ന് നിന്ന് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ അവൻ അവിടെ ചെന്ന് നിൽക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, പ്രാർത്ഥിക്കുന്നവന്റെ വാക്കിന് അധികാരമുണ്ട്, പ്രാർത്ഥിക്കുന്നതിന്റെ വാക്കിന്റെ ശബ്ദത്തിന് അധികാരമുണ്ട്, അവന്റെ നോട്ടത്തിന് അധികാരമുണ്ട്. അവൻ ചിലത് കൽപ്പിക്കുമ്പോൾ കേട്ടുപോട്ട്. ആമേൻ, ആമേൻ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന പോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നേ ഇല്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാലല്ലേ അവർ കാണാൻ പറ്റൂ. നമ്മൾ പ്രാർത്ഥിക്കാത്തടത്തോളം അവരെങ്ങനെ പ്രാർത്ഥന കാണും? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സ്തോത്രം ഹല്ലേലൂയ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും പൈതങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ, ഇടപെടാതെ ദൈവഭാഗത്ത് ഇരിക്കാൻ. കഴിഞ്ഞാൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവനെ പ്രാർത്ഥന മുറിക്കകത്ത് പുറത്ത് വരുമ്പോൾ, അവൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നം വരുമ്പോൾ അവനെ തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവനെ എങ്ങനെ നേരിടും അറിയാമോ? ശക്തിയോടെ നേരിടും. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ ശക്തിയോടെ നേരിടും. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ശക്തിയോടെ ബലത്തോടെ ആത്മാവിൻ്റെ കൃപയോടെ അത് നേരിടും. ഹല്ലേലൂയ. അവൻ പറയും, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ തലമുറകളുടെ മേൽ നിനക്കിരിക്കാൻ പറ്റത്തില്ലടാ, ഇറങ്ങെന്ന് പറയും. അത് പ്രാർത്ഥിക്കുന്നതിനേറെ പറയാൻ പറ്റൂ. പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ പറയാൻ പറ്റൂ. പ്രാർത്ഥിക്കാത്തതിന് ഇത് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയാം പിശാചിനും. ഒരിക്കൽ സ്വത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് സ്വത്രം പിശാച് ഇളകുമ്പോൾ പിശാച് എന്താ പറഞ്ഞേ? പൗലോസിനെ എനിക്ക് അറിയാം അല്ലേ, പക്ഷെ നിങ്ങളാരെന്ന് ദൈവത്തെ എനിക്ക് അറിയാം. പിന്നെ ആരെയും അറിയാം? പൗലോസിനെ എനിക്ക് പ്രാർത്ഥിക്കുന്നവനെ, ദേശത്തിൻ്റെ അകത്ത് ഇറങ്ങി പ്രാർത്ഥിക്കുന്നവനെ, മുട്ടുമടക്കുന്നവനെ, ദൈവഭാഗത്തിരിക്കുന്നവനെ സാത്താന് പോലും നല്ലവണ്ണം അറിയാം. എവിടെ എന്താണ് സംഭവമെന്നും, എവിടെയാണ് സംഭവമെന്നും, എങ്ങനെയാണ് സംഭവമെന്നും സ്വത്രം എല്ലാം അറിയാം. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ പിശാച് അലറി ഓടും. അവന് ഭയമാണ്. ആരെ കാണുമ്പോൾ? പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോൾ ഭയമാണ്. അവൻ പറയും, അയ്യോ ഇവൻ്റെ ദേശത്തിലോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം സ്വത്രം ഇവൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഇവൻ ആരാധിക്കുന്നവനാണ്. ഇവൻ ദൈവശക്തിയിൽ നിറഞ്ഞ ആളാണ്. ഞാൻ വരും, എന്നെ ഓട്ടിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാം, സ്വത്രം ജീവൻ ശ്വാസം കൊടുക്കുന്ന എൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പറയുമ്പോൾ 15 മുതൽ അങ്ങോട്ട് വായിക്കാം. ആത്മാവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. കണ്ടോ? ആമേൻ. പൗലോസ് മിണ്ടിയില്ല. മിണ്ടാതെ നിൽക്കുമ്പോഴാണ് പറഞ്ഞ. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-15. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന്. യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. യേശു ആരാപ്പാ? യേശു ആരാ? ദൈവമായിരുന്നവൻ. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അതിനകത്തിരുന്ന ദൈവം ആരാ? ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനാകുന്ന യേശുവാ. അതിനകത്തിരുന്നത് ആരാ? വായിച്ചേ യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ, ആ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. കണ്ടോ? 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. കണ്ടോ? ശുദ്ധിയില്ലാത്ത അധരമുള്ളവൻ. കണ്ടോ? അവിടെ കർത്താവ് ആരാ? എവിടെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? കർത്താവിന്റെ മുമ്പിലുള്ള ആരാധന എങ്ങനെ? ഇതേ യേശു, ഇതേ ദൈവം, ഇതേ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് 33.5 വയസ്സ് വരെ ജീവിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള പേര് മാത്രം യേശു ഉച്ചരിച്ച്, മനുഷ്യപുത്രൻ എന്നുള്ള പേര് മാത്രം പറഞ്ഞ്
ഓ യേശു ക്രിസ്തു ഉച്ചരിച്ച് നടന്ന എൻ്റെ യേശുപ്പച്ചൻ ഒരു മനുഷ്യനായി മാത്രം നോക്കിയേ, ദൈവത്വം എടുത്തില്ല ഒരിടത്തും, ദൈവത്തിൻ്റെ പദവി ഒരിടത്തും എടുത്തില്ല. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ മനുഷ്യനായിട്ട് ജീവിച്ച യേശു ക്രിസ്തുവിനെ എല്ലായിടത്തും കൊണ്ട് നിർത്തിയപ്പോൾ, ഓ സ്തോത്രം, ഓ ഒറ്റ വ്യക്തിക്ക് പോലും യേശുവിൽ പാവം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവമായിരുന്നു ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തെ എടുത്തല്ല നടന്നത്, ദൈവത്തെ എടുക്കാതെ മനുഷ്യ രൂപത്തിൽ നടന്നു, മനുഷ്യനെ പോലെ നടന്നു. പാവമൊഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട യേശു. എബ്രായർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം എഴുതിയിരിക്കുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് വ്യക്തവും സ്പഷ്ടവും ശക്തവുമായി പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുകയാണ്. 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ആകയാൽ ദൈവപുത്രനാകുന്ന യേശു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയി ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും പാപമൊഴികെ സർവത്തിൽ. ആ സർവത്തിൽ എന്നുള്ള വാക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വീഴട്ടെ. സർവത്തിലും. ശാലിനി, നീ ഏതൊക്കെ പോകുമ്പോഴും അതിലെല്ലാത്തിലും കൂടെ നിന്റെ മുമ്പേ ഒരുവൻ പോയി കേട്ടോ. ഒരുവൻ പോയി. നീ എല്ലായിടത്തും തോറ്റു, പക്ഷേ നിന്റെ മുമ്പേ ഒരു മനുഷ്യൻ പോയി. ഏത്? യെശയ്യാ 6-ൽ ദൈവമായിരുന്ന സാറാബുകൾ ആരാധിച്ചവൻ, ദൈവത്വം, സ്തോത്രം, ദൈവമായിരുന്നവൻ മനുഷ്യനെ പോലെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെത് ഒന്നും കയ്യിലെടുക്കാതെ മനുഷ്യനായി സർവത്തിലും. നീ എവിടെ കൂടെ പോകുന്നു അവിടെയെല്ലാം അവൻ പോയി. പക്ഷേ നീ പോയിടത്തെല്ലാം പാപം വന്നു. അവൻ പോയിടത്തെല്ലാം ഒരിടത്ത് പോലും പാപം. ഒരിടത്ത് പോലെ പാപം. യേശു എങ്ങനെയായിരുന്നു സഹോദരങ്ങളെ? യേശു നസ്രത്തിൽ തൻ്റെ കുഞ്ഞായിരിക്കുമ്പോഴേ നടന്ന് അവിടെയുള്ള സ്വത്രം വേദപുസ്തകം വായിക്കാൻ, തോൽച്ചുള്ളിൽ വായിക്കാൻ അവിടെയുള്ള പാഠശാലയിൽ പോയി ചെന്ന് നടന്ന് തോൽച്ചുള്ളിലെടുത്ത് കുഞ്ഞുനാളിലെ വേദപുസ്തകം ഇല്ലേ വായിച്ച് ധ്യാനിക്കും. വായിച്ചിട്ട് തിരികെ വന്ന് അപ്പനോട് കൂടെ ജോലി ചെയ്യും. അപ്പൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചെലവും, സഹോദരന്മാരുടെ കാര്യവും അമ്മയുടെ കാര്യവും യേശു നല്ല പ്രായത്തിലെ പപ്പ നഷ്ടപ്പെട്ടെന്ന് അറിയുന്നത്. പക്ഷേ അതിനുശേഷം അപ്പോഴും യേശു രാവിലെ യേശു ദൈവത്തിൻ്റെ വചനം വായിച്ച ശേഷം നടന്നാണ് പോകുന്നത്, നടന്നാണ് വരുന്നത്. യേശു ദൈവത്തിൻ്റെ വചനം വായിച്ച് വീണ്ടും വരും, വീണ്ടും ധ്യാനിച്ച് ഉപജീവന മേഖലകളെല്ലാം ചെയ്ത് സ്വത്രം ഹല്ലേലൂയ 30 വയസ്സ് വരെ കർത്താവ് ധ്യാനത്തോടെ, പ്രാർത്ഥനയോടെ, വചന ധ്യാനത്തോടെ അമ്മേ അവിടെ തൻ്റെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, അമ്മയ്ക്ക് യേശു ആ വീട്ടിനകത്ത് ജീവിച്ചപ്പോൾ ഒരു തെറ്റ് യേശുവേ മോനെ നീ അത് ചെയ്താൽ തെറ്റായി പോയെന്ന് അമ്മയ്ക്ക് പറയാനില്ലായിരുന്നു. സഹോദരന്മാർക്ക് ആർക്കും യേശുവിൽ ഈ 30 വയസ്സ് വരെ ഒരുമിച്ച് താമസിച്ച യേശുവിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു ദിവസം താമസിച്ച വേണ്ട, 1 മണിക്കൂർ നമ്മൾ അടുത്തടുത്ത് നിന്നാൽ നമ്മുടെ കുറവ് മറ്റുള്ളവർ കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ യേശു 30 വർഷം താമസിച്ചിട്ടും തീർന്നില്ല. 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വേദം അതുവരെയുള്ളത് യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ കൂടുതലൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. സ്തോത്രം. മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. 30 വയസ്സ് മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ സ്തോത്രം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവിനെ നോക്കുമ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവന് ശോധന വരും. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ അറിയാം അവൻ ജയിച്ചിരിക്കും, അവന് ജയമുണ്ട്. നിനക്ക് എത്രയൊക്കെ മനസ്സിലായി? പ്രാർത്ഥിക്കുന്നവന് ജയമുണ്ട്. പിശാച് പറഞ്ഞു യേശുവിനെ അറിയാടാ, അവനിൽ പാപം. ഞാൻ എവിടെ നിന്ന് മനസ്സിലായി? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19 വന്നതാ. എടാ യേശുവിനെ എനിക്കറിയാം. താരാ? ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് വന്നിട്ട് സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടും ഒരു പാവവും ചെയ്യാതെ മാനവജാതിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ എനിക്കറിയാടാ. അവനാ എന്നെ തകർത്തെറിയാൻ പോകുന്നത്. അവനെനിക്കറിയാം. അവൻ്റെ അധികാരം എന്തെന്നറിയാം. അവൻ്റെ പേരിലുള്ള ശക്തിയുടെ അവൻ്റെ ശക്തി എന്തെന്നറിയാം. അവൻ്റെ സ്വർഗത്തിലെ എല്ലാ പദവി എനിക്കറിയാടാ. അവനെനിക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ ആരെയും അറിയാം?
പൗലോസിനെയും എനിക്ക് യേശുവിനെ അറിയാം. കൂടെ ആരെ അറിയാം? എന്നെ നിങ്ങളും പിശാചിനറിയാമോ? പ്രാർത്ഥിക്കുന്നതിനറിയാം, വിശുദ്ധിയോടെ ജീവിക്കുന്നതിനറിയാം. ഇത് രണ്ടും. പ്രാർത്ഥന മാത്രം പോരാ, പിന്നെ ശുദ്ധി, വിശുദ്ധി, യേശുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് ക്രിസ്തു യേശുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന. എലിയ പറഞ്ഞു, നമ്മൾ പറയും നമ്മുടെ ചിലരേ ഉള്ളൂ എന്നൊക്കെ പറയും. എലിയ പറഞ്ഞു, അപ്പാ ഞാൻ ഒരുത്ത മാത്രം ശേഷിച്ചു. പോടാ, വേറെ 7000 നീ അറിയാത്തുണ്ടെന്ന്. നമ്മളറിയാത്ത ഒരു 70,000, നമ്മളറിയാത്തൊരു 7 ലക്ഷം, നമ്മളറിയാത്തൊരു 7 കോടി. ഞാൻ വിശ്വസിച്ച് പറയുക, എവിടെയെല്ലാം ഭൂമിയുടെ അറ്റം വരെ കോടിക്കണക്കിന് വിശുദ്ധന്മാർ പാപത്തെ ജയിച്ച് ശത്രുവിൻ്റെ പദ്ധതികൾ ഉടച്ച് രാത്രി പകലും പ്രാർത്ഥനയോടെ ഉണർവിൻ്റെ തീയായി. ഹല്ലേലൂയ. ഉണർവെന്ന് എന്താ ഉണർവെന്ന്? ആ പള്ളിക്കകത്ത് ഉണർവെന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നവരെല്ലാം പാപബോധമുള്ളവരായി. അതാ ഉണർവ്. പാപബോധം വന്നു. ഞാൻ ചെയ്ത പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, നിരപ്പ് പ്രാപിച്ചു. എങ്ങനെ? പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പാപം ചെയ്ത്, ദൈവത്തോട് മാത്രമാണ് നമ്മൾ പാപം ചെയ്താൽ ആരോട് ഏറ്റു പറയണം? ഞാനിപ്പോൾ ദൈവമകളാണ്, ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നതാണ്, അല്ലെങ്കിൽ പോട്ടെ ദൈവ പൈതലാണെന്ന് വെച്ചോ. ഞാൻ കർത്താവിന് രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ആളാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിനകത്തൊരു പാപം വന്നാൽ ഞാൻ ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതിയോ? ഇല്ല. ദൈവത്തോട് മാത്രം ഉള്ളതാണെങ്കിൽ ദൈവത്തോട് മാത്രം. ഞാൻ സഭയോടോ സമൂഹത്തിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ ഏറ്റുപറയണം? ദൈവത്തിനോട് പറയണം, സഭയോട് പറയണം, ആരോടാണോ പാപം ചെയ്ത് അവരോട് പറയണം. ഇതെല്ലാം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഭൂമിയിൽ കെട്ടുന്നത് എവിടെ കെട്ടും? ഭൂമിയിൽ അഴിക്കുന്നതോ? അപ്പം എത്ര അടുത്ത് ഞാൻ പറയണോ നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ പിടികിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് മഹത്വം. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവിടെ ഒന്ന് ഓപ്പണായിട്ട് പറയുന്ന കാര്യം എന്താ? സിസ്റ്റർ എന്തോ ആണെന്ന് പറയാനല്ല, എനിക്കിവിടെ നിരപ്പ് പ്രാപിക്കാനാ. എന്തെന്നറിയാമോ? അവിടെ അഴിയും. അപ്പോൾ ഇവിടെ കെട്ടി വെച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു നാടകം കളിച്ചിട്ട് അവിടെ അഴിഞ്ഞില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമി കെട്ടുന്നത്, ഭൂമിയിൽ അഴിക്കുന്നത്, ഇവിടെ നാണം കെട്ടുന്നത് നമുക്കെന്തോന്ന്? നമ്മൾ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു ഇനി ജീവിക്കുന്നത്. പിന്നെ നമുക്കെന്തോന്ന്? ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വമായിട്ട് മാറണം. നോക്കിയേ, സ്തോത്രം. ഇവിടെ ഭൂത അളയന്മാർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, യേശുവിനെ എനിക്ക് അറിയാം. നമുക്കറിയാമോ യേശുവിനെ? യേശുവിൻ്റെ വചന ധ്യാനം, യേശുവിൻ്റെ ഞാൻ ചിന്തിക്കുകയാണ്, യേശുവിന് ഒരു തെറ്റും വന്നില്ല. കാരണം എന്താ? ഒരു തെറ്റുമില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവവചനം ധ്യാനിക്കുകയും വചനമയവിറക്കുകയും ചെയ്യും. സ്തോത്രം. കുഞ്ഞുനാളിൽ യേശു ആലയത്തിൽ കൊണ്ടുപോയപ്പോൾ തനിക്ക് ദൈവം കൊടുത്ത വചനത്തിലിരുന്ന് ന്യായശാസ്ത്രിമാരുടെ നടുവിലിരുന്ന് എന്ത് ചെയ്തു? വചനത്തെ വ്യക്തമായി കൊടുത്തു. അവരന്തം വിട്ട് വയസ്സ് എന്നവരൊക്കെ, ഈ കൊച്ചു പൈതൽ എങ്ങനെ ഇത്? ഈ കൊച്ചു കുഞ്ഞ്? കാരണം എന്താ? കാരണമുണ്ട്. ജീസസ്. ആ യേശുവിൻ്റെ ധ്യാനം വേറൊന്നും ധ്യാനിക്കാനില്ല. നമ്മളിവിടെ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ധ്യാനം ലോകത്തിൽ എങ്ങനെ ആകാം, എൻ്റെ വീട്ടിനകത്ത് എങ്ങനെയാകാം, നാട്ടിനകത്ത് എങ്ങനെയാകാം, ഇന്ന പ്രശ്നത്തെ എനിക്ക് എങ്ങനെ എന്ത് പറയാം, അവിടെ അടുത്ത് നാളെ എന്ത് ചെയ്യാം, മറ്റന്നാൾ എന്ത്, ഇതൊക്കെയാണ് എൻ്റെ ചിന്ത. എൻ്റെ മക്കളെ എങ്ങനെ ആക്കാം, എൻ്റെ കുടുംബം എങ്ങനെ ആക്കാം, ഇതാണ് എൻ്റെ ചിന്ത. പക്ഷേ യേശുവിൻ്റെ ചിന്ത അങ്ങനെയല്ല. ദൈവം എന്ത് പറയും, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, യേശു ആരെന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ ചിന്ത വേറെ ഒന്നുമില്ല. യേശുവിന് ഉറപ്പുണ്ട്. യേശുവിന് വേറെ ഒരു ഉറപ്പിൻ്റെ കുറവുമില്ല. സ്തോത്രം. യേശു ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്തു. യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. യേശു അങ്ങനെ ആയിരുന്നു. 30 വയസ്സ് കഴിഞ്ഞ് യേശുവിൻ്റെ ജീവിതം പ്രസംഗം ജീവിച്ചു. ഹല്ലേലൂയ. പൗലോസിനെ നോക്കുമ്പോഴും പൗലോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ശത്രുവിൻ്റെ താവളങ്ങളെല്ലാം കത്തിയെരിഞ്ഞ് ചണനൂല് പോലെ തകരാനിടയായിത്തീർന്നു. പ്രാർത്ഥിക്കുന്നതിൻ്റെ മുൻപിൽ ഞാൻ പറയാം, യേശുവിനെ പ്രാപിച്ചവനാണ്. മാത്രമല്ല ആമേൻ, പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ അടുക്കലിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ അടുക്കലിരിക്കുകയാണ്. പുരോഹിതൻ ദൈവത്തോട് ജനത്തിന്റെ കാര്യം പറയുന്നവനാണ് പുരോഹിതൻ. പ്രവാചകൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നവനാണ്. എന്നാൽ പുരോഹിതനെക്കാളും പ്രവാചകനുള്ള എത്രയോ ശ്രേഷ്ഠത ഉള്ള ആളാണ് അടുത്തിരിക്കുന്നവൻ. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? പുരോഹിതനെക്കാളും പ്രവാചകനെക്കാളും എത്രയോ ശ്രേഷ്ഠതയുള്ളവനാണ് 24 മണിക്കൂറും അടുത്തിരിക്കുന്നത്.
ആമേൻ, 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 ആമേൻ. 24 മണിക്കൂർ അടുത്തിരിക്കുന്നവൻ, അടുത്ത് നടക്കുന്നവൻ, കൂടെ നടക്കുന്നവൻ, കൂടെ നിൽക്കുന്നവൻ, കൂടെ ഇരിക്കുന്നവൻ, യേശുവിന്റെ കൂടെ വസിക്കുന്നവൻ, അവൻ എത്രമാത്രം അടുപ്പോട്ട് നോക്കിയേ. ആമേൻ. പുരോഹിതന്റെ ജോലി എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റു പറയണം, അത്രേ ഉള്ളൂ. പ്രവാചകന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് കേൾക്കണം, കേട്ട് ജനത്തിന് ആലോചന കൊടുക്കണം. ഇതാണ് പ്രവാചകൻ. എന്നാൽ ഞാൻ പറയാം, എനിക്ക് വിലയുള്ളത് തോന്നിട്ട് യേശുവിൻ്റെ അടുത്തിരിക്കുന്ന ആളാണ്. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്തിരുന്ന്, ആ ക്രിസ്തുവിൻ്റെ അടുത്തിരുന്ന്, ആ സാന്നിധ്യത്തിൻ്റെ അകത്തിരുന്ന്, ആ കൃപയ്ക്കകത്തിരുന്ന്, എല്ലാം ഒരു പൊട്ടനെ പോലെ, എല്ലാം ഒരു പൊട്ടിയെ പോലെ, ഒരാളിനോട് സംസാരിക്കും പോലെ, സ്വത്രം നമ്മുടെ അപ്പനോട് പറയുന്നത് പോലെ, അമ്മയോട് പറയുന്നത് പോലെ ഇരുന്ന് അടുത്തിരുന്നപ്പാ, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കർത്താവേ, എൻ്റെ ദൈവമേ ഞാൻ ഇങ്ങനെയാണ് അപ്പച്ച, ഒരു വലിപ്പ ചെറുപ്പവും ഇല്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ, ഒരമ്മയുടെ മുമ്പിൽ ഒരു കുഞ്ഞ്, ഒരു അപ്പൻ്റെ മുമ്പിൽ ഇരുന്ന്, സ്വന്തം പപ്പയുടെ അടുത്തിരുന്ന് മടിയിരുന്ന് ഒരു കുഞ്ഞ് തൻ്റെ ആവശ്യങ്ങളല്ല, തൻ്റെ കാര്യങ്ങളല്ല, തൻ്റെ സ്കൂളിലെ കാര്യം, കോളേജിലെ കാര്യം, മക്കൾ ഒരു പരിധി കഴിയുമ്പോൾ പറയത്തില്ല. എന്നാൽ ഒരു കൊച്ചു കുഞ്ഞ് അംഗൻവാടി പോകുമ്പോൾ ആ കുഞ്ഞ് തിരിച്ചു വന്ന് പപ്പയുടെ അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് ആ കുഞ്ഞ് മുഖത്ത് നോക്കിയിട്ട് പറയും, ചില കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയും, ആ കുഞ്ഞെന്നെ പിച്ച് കേട്ടോ, ആ കുഞ്ഞെന്നെ അടിച്ചു കേട്ടോ, ആ കുഞ്ഞെന്നെ ഉപദ്രവിച്ച് കേട്ടോ, ആ ഊഞ്ഞാലെ കയറാൻ പോയപ്പോൾ എന്നെ മാറ്റിയിട്ട് ആ കുഞ്ഞ് കയറിയിരുന്നു. ഇതെല്ലാം പറയൂലേ? എന്തോന്നാ ഫോർമാലിറ്റി പറഞ്ഞിട്ടാണോ പറയുന്നത്? അല്ല, ഒന്നും പറഞ്ഞിട്ടല്ല കുഞ്ഞ് പറയുന്നത്. കുഞ്ഞ് കളങ്കമില്ലാതെ ഇതുപോലെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പറയുന്നത് എന്തെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കിതുപോലെയാണോ പറയുന്നത്? യേശുവിൻ്റെ ആഗ്രഹം അതുപോലെ പറയണമെന്നാണ്. അതുപോലെ കളങ്കമില്ലാതെ, ആമേൻ, 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 ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശിശുക്കളെ പോലെ ആകാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാപത്തിന് ശിശുക്കൾ, പാപത്തിന് ശിശുക്കൾ. അറിവിലും ജ്ഞാനത്തിലും ദൈവിക പരിജ്ഞാനത്തിലും മുതിർന്നവരാകണം, പാപത്തിന് ശിശുവാകണം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കളങ്കമില്ല. ഒരാളെന്നെ അടിച്ചാൽ എനിക്കറിയാമോ? ഞാൻ ചിന്തിച്ചു, കുറിച്ചുള്ള പ്രസംഗം ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചൊരു വരി, ശിശു, ശിശു, ശിശു. ഞാൻ ചിന്തിച്ചു, കർത്താവേ, എത്ര വയസ്സ് കഴിയുമ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ അടിച്ച, ആ കുഞ്ഞിനെ അടിച്ചു എന്ന് പറയാൻ പറ്റും? അതുവരെ കുഞ്ഞിനെ അടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? കുഞ്ഞിന് എന്നെ തിരിച്ചറിയാം. ഒരു പ്രത്യേക പ്രായമുണ്ട്. അതുവരെയും കുഞ്ഞിനെ ഞാൻ അടിച്ചാലും, ഞാൻ ഉപദ്രവിച്ചാലും, കുഞ്ഞിനെ വഴക്ക് പറഞ്ഞാലും കുഞ്ഞിന് എന്ത് ചെയ്യത്തില്ല? അടുത്ത് കാണുമ്പോഴും കുഞ്ഞെന്ത് ചെയ്യും? ഇതാണ് കളങ്കമില്ലാത്ത അനുഭവം. ഇത്രയും പ്രായമായ ഞാൻ ആരാവണം? ഏതില്? പാപത്തിൽ. പാപത്തിൽ മാത്രം, പാപത്തിൽ മാത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കാർക്കിച്ച് തുപ്പിയാലും കുറച്ചുകൂടെ കഴിഞ്ഞ് ആ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് ആട്ടി വിട്ടു. ആ കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് ഞാൻ 4-5 അടി കൊടുത്തെന്ന് വെച്ചോ, ഒരു രക്ഷയില്ല. ആ ഉപദ്രവിച്ചെന്ന് വെച്ചോ, ഒരു രക്ഷയില്ല. വളരെയധികം ആ കുഞ്ഞിനെ വളരെയധികം ഞാൻ വഴക്ക് പറഞ്ഞെന്ന് വെച്ചോ, എന്നിട്ട് ആട്ടി വിട്ടു. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞ് അടിച്ചു, അമ്മ എന്നെ നോക്കണ്ടെന്ന് പറയൂ? പറ, എന്താ പറയാത്തെ? ഇതുപോലൊരു മനോഭാവം എൻ്റെ അകത്ത് വരാത്തടത്തോളം കാലം കർത്താവ് പറഞ്ഞ ഈ സ്വർഗത്തിൻ്റെ ആളല്ലെന്ന് ചിന്തിച്ചു നോക്കിയേ. നീ ശിശുവിനെ പോലെ, പാപത്തിൽ നീ ശിശുവിനെ പോലെ, മറ്റൊരാളിനോട് വെച്ചിരിക്കുന്ന പകയിൽ നീ ശിശുവിനെ പോലെ. ആ കുഞ്ഞിന് പകയുണ്ടോ? കുഞ്ഞിന് തിരിച്ചടിക്കാൻ പറ്റുമോ? അപ്പോൾ ശാലിനി, നീ ആ ശിശുവിനെ പോലെ അല്ല. ആ ആൾ നിന്നെ തെറി പറഞ്ഞു. നീ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, പോയപ്പോൾ പറഞ്ഞില്ലേ, ഇവനാണ് എന്നെ തെറി പറഞ്ഞത്. നീ ശിശുവിനെ പോലെ. പക്ഷെ ആ കുഞ്ഞ് പറഞ്ഞോ, എന്നെ തൊട്ടിൽ കിടന്നപ്പോൾ അടിച്ചതാ ഈ ആൻറ്റി, അല്ലെങ്കിൽ ഈ അമ്മാമ്മ, അല്ലെങ്കിൽ ഈ അമ്മച്ചി അടിച്ചെന്ന് പറയുമോ? കുഞ്ഞിനറിയാമോ? ഇതുപോലെ ഞാൻ ആകണമെങ്കിൽ, ഇതായിരുന്നു യേശു. അടിച്ചവരെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ യേശു? കാർക്കിച്ച് തുപ്പിയവരെ കുറിച്ച് ഇതായിരുന്നു ആര്? അതാ ഞാൻ പറഞ്ഞ, ജീവിതമായിരുന്നു പ്രസംഗമായിരുന്നു ജീവിതം. ഇതുപോലെ ഒരു ദൈവം വേറെ ഉണ്ടോ? ഇതുപോലെ ഒരുവൻ, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്തുയർത്താവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ
വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമ്പത്ത് യേശു മാത്രം. ഹല്ലേലൂയ. ആ യേശു എത്ര സമ്പത്തുള്ളവൻ നോക്കിയേ. ആ സമ്പന്നനോട് കൂടെ നടന്നാൽ നമ്മൾ സമ്പത്തുള്ളവരായി മാറും. ആ സമ്പത്തുള്ളവൻ്റെ കൂടെ വസിക്കുന്നതിൽ പരം ആ സമ്പത്തുള്ളവൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്നവനെ ശത്രുവിനെ അറിയാം. അവിടെ ആ വാക്യ അപ്പോസ്തലർ പ്രവൃത്തി വായിച്ചിട്ട് പെട്ടെന്ന് വായിച്ചേ. നമുക്ക് പോരാട്ടമുണ്ട്. എവിടം വരെ പോരാട്ടമുണ്ട്? മരണം വരെ പോരാട്ടമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുല്ലേ? ഹല്ലേലൂയ. ഒരു പോരാട്ടത്തിൻ്റെ നടുവിലൂടെ ജനം പോയി, ജനം പിന്മാറി. എന്തുകൊണ്ടാണ് ജനം തളരാൻ കാരണം? എന്തുകൊണ്ടാണ് ജനം ഭാരപ്പെടാൻ കാരണം? ഭക്ഷണമില്ലാത്തത് കൊണ്ടാണോ? അല്ല. മന്ന കൊടുക്കാത്തതുകൊണ്ടാണോ ക്ഷീണിക്കാൻ കാരണം? അല്ല. അവരെന്തുകൊണ്ടാണ് ക്ഷീണിച്ചത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നിർത്തിയില്ലേ? ആണോ? നിങ്ങളെല്ലാവരും മറന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തി. അവിടെ നിർത്തിയത് അത് തുടങ്ങണം. പെട്ടെന്ന് വായിച്ചേ. കറക്റ്റ് സമയത്തിന് നിർത്തുകയും വേണം. വായിച്ചേ. അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ പരിചയമുണ്ട്, നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരെന്ന് ചോദിച്ചു. കണ്ടോ, കർത്താവിനെ അറിയാം, പ്രാർത്ഥിക്കുന്നവനെയും അറിയാം. പ്രാർത്ഥനയ്ക്കകത്ത് കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, ചങ്ങലകൾ ദുഷ്ടനുഖങ്ങൾ പൊട്ടും, പിശാചിൻ്റെ രഹസ്യ പദ്ധതികൾ പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്യും? ചണനൂല് പോലെ കത്തി എരിഞ്ഞമരും. രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പൈതലെ ഞാൻ പറയാം, സ്വത്രം. ചില കുഞ്ഞുങ്ങൾ ഒരു നിർവാഹമില്ലെങ്കിൽ 12 മണിയാകുമ്പോൾ എണീറ്റിരുന്ന് ആ കുഞ്ഞിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നു. 12 മണിക്ക് എണീക്കണം. വേറെ ഒന്നും പറയണ്ട. 12 മണിക്ക് കുഞ്ഞിന് ദൈവകാര്യങ്ങൾ കൊടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ചില ദിവസം കഴിയുമ്പോൾ ഇതിന് മാറ്റം വന്നിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. സ്തോത്രം. നമ്മളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ കൊണ്ട് അവരെ രക്ഷിക്കാൻ കഴിയും. തുടർമാനായിട്ട് പ്രാർത്ഥിക്കുക, മുടങ്ങരുത്. തുടർമാനായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന ഉണ്ടെങ്കിൽ പ്രവചിക്കുന്ന ഒരു ശമൂവേൽ ഉറപ്പാ. പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുന്ന, പ്രശ്നത്തിൽ പ്രാർത്ഥിക്കുന്ന, പ്രതിസന്ധി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന, നിന്നയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന, ദൂഷ്യയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന, ഒറ്റപ്പെട്ട നടുവിൽ പ്രാർത്ഥിക്കുന്ന ഹന്നമാരുണ്ടെങ്കിൽ ഞാൻ പറയാ, അവരുടെ കയ്യിൽ ചിലരുടെ കണ്ണുകളെ തുറക്കുന്ന, ചിലരുടെ കെട്ടുകളെ പൊട്ടിക്കുന്ന, ദൈവാലോചന വിളിച്ചു പറയുന്ന സ്തോത്രം ചില ശമൂവേൽമാരെ കയ്യിൽ കൊടുക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. കർത്താവിനോട് നിൽക്കുന്ന ഫിലിപ്പോസുകാരുണ്ടെങ്കിൽ അവർക്ക് 4 മക്കളെങ്കിലും 4രെയും ആത്മാവിൽ പ്രവചിക്കുന്ന തലമുറകളെ നൽകുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ആമേൻ, 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 ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ മനുഷ്യന്റെ കസ്റ്റഡിയിലല്ല അവർ ഒതുങ്ങേണ്ടത്, അവർ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ ഒതുങ്ങട്ടെ. നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യട്ടെ, ദൈവത്തിന്റെ ഹിതം ചെയ്യട്ടെ, ദൈവത്തിന്റെ പദ്ധതി ചെയ്യട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്നയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഹന്നേ, ഒറ്റപ്പെട്ട നടുവിൽ പ്രാർത്ഥിക്കുന്ന ഹന്നേ, ഞെരുക്കത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഹന്നേ, നീ നാളുകൾ കൊണ്ട് കരയുന്നതായിരിക്കാം. പക്ഷേ ചില ഇരുട്ടടഞ്ഞ ദേശത്ത് ഒരു വെളിച്ചമുള്ളൊരു പൈതലിനെ പ്രാർത്ഥിക്കുന്ന നിന്റെ കയ്യിൽ അതെ 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 ചില നാൾ കഴിയുമ്പോൾ നീ പറയും, ചില നാൾ കഴിയുമ്പോൾ നിനക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്, ഒരു സാക്ഷ്യം. നീ എഴുന്നേറ്റ് പറയും, നീ എഴുന്നേറ്റ് പറയും, അതെ 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 അതെ, ഞാൻ ദൈവം മുമ്പാകെ എന്നെ തന്നെ ഒന്നാമത് ഏൽപ്പിച്ചു. എന്നെ കർത്താവിന്റെ കരങ്ങൾ കുശവനാകുന്ന ദൈവത്തിന്റെ കരത്തിൽ എന്നെ പൊട്ടാനും തകരാനും ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ഞാൻ വിശ്വസ്തയോടെ മറ്റൊന്നുമല്ല എൻ്റെ അപ്പൻ്റെ മാറിൽ ചാരിക്കടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവം എൻ്റെ തലമുറയെ തൊട്ടു. ആമേൻ, 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 ആമേൻ. ഹന്ന നിന്ദിക്കപ്പെട്ടു, ഹന്ന പരിഹസിക്കപ്പെട്ടു, ഹന്ന ഒറ്റപ്പെട്ടു, അവൾ പാട്ടടി കടന്നു, അവൾ തകർന്നു, തരിപ്പണമായി. പക്ഷേ അവളുടെ പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥിച്ച അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരം പുറക്കെ ആരും നടന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു തലമുറ, അനേകരെ നേർവഴിക്കാക്കുന്ന തലമുറ, ഇരുട്ടത്തെ പ്രകാശമായ തലമുറ, ദാൻ മുതൽ ബെർശേബ വരെ കുരുട്ട് കണ്ണിനെ തുറപ്പിച്ച തലമുറ, കെട്ടുകളെ പൊട്ടിച്ച തലമുറ, പാവ
പാപത്തെ ഉണർത്തിയ തലമുറ, ഇരുട്ടിൽ കിടന്നതിനെ പുറത്തു കൊണ്ടുവന്ന തലമുറ, അനേകരെ അഭിഷേകം ചെയ്ത തലമുറ, ഓ ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിച്ച തലമുറ, ആത്മാവിൽ പ്രവചിച്ച തലമുറ, സത്യസന്ധമായി പ്രവചിച്ച തലമുറ. ആമേൻ 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 ആമേൻ. പതറല് 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 പതറല്. വിശ്വസിക്കുക വിശ്വസിക്കുക. ഓ കർത്താവിൽ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് ചാകാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കൾ നമ്മളിലൂടെ യേശുവിനെ കാണട്ടെ. ഓ 2, അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. ഹല്ലേലൂയ. അവരുടെ ചങ്ങലകളെ പൊട്ടിക്കും. അവരടക്കി ഭരിക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ മണ്ഡലങ്ങളെ ദൈവം പൊട്ടിക്കും. അവരെ പുറത്ത് കൊണ്ടുവരും. അവരെ പുറത്ത് കൊണ്ടുവരും. സാക്ഷ്യമാക്കി മാറ്റും. സാക്ഷ്യമാക്കി മാറ്റും. സാക്ഷ്യമാക്കി മാറ്റും. അപ്പൻ്റെ ഇളയ മകനെ യേശു രക്ഷിച്ചുല്ലേ? ആമേൻ. അപ്പൻ കാത്തിരുന്നു എന്നല്ലേ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ അവിടെ 2 അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്ന് ഒരു ഈ ഭൂമിയിൽ ഒരു അപ്പൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ, അപ്പനെന്ന് ഞാൻ അവിടെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഭൂമിയിലുള്ള അപ്പൻ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ അവന് വേണ്ടിയുള്ളതെല്ലാം ലോകപരമായിട്ടുള്ളത് കൊടുക്കുവാൻ അവനായിട്ട് അപ്പൻ കാത്തിരുന്നു. അവൻ പ്രാർത്ഥനയുള്ളവനായിരുന്നു. അവൻ നിലവിളിയുള്ളവനായിരുന്നു. കാത്തിരുന്നു. ഓഹോ, അവൻ്റെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമായി ഒരു രൂപാന്തരപ്പെട്ട മകനായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച അപ്പൻ്റെ കയ്യിൽ, അപ്പാ നിന്റെ കൂലിക്കാരിൽ ഒരുവരെ പോലെ എന്നെ കൂടെ ആക്കണമെന്ന് പറയത്തക്ക സൗമ്യത ഉള്ള കുഞ്ഞാക്കി അമ്മേ ഈ ലോകപരമായിട്ടുള്ള അപ്പൻ്റെ അടുക്കൽ അവൻ വന്നു. 2, യേശു വന്ന അപ്പൻ്റെ അടുക്കൽ. ഒന്നാമത്തെ അപ്പൻ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ അപ്പൻ. സത്യത്തിൽ ഒന്നാമത്തെ അപ്പൻ ആരാ? യേശു. എങ്കിലും ഞാൻ പറയുകയാണ്, ആ വചനമായിട്ട് ബന്ധപ്പെട്ട് ലൂക്കോസ് സുവിശേഷത്തിനകത്ത് 15-ാം അധ്യായത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. 3-ാമത്തെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. എന്തെന്ന്? അപ്പൻ്റെ 2 മക്കളിൽ ഒരുവൻ എല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് ഓടി. പക്ഷേ സ്വത്രം 2 രീതിയിൽ പറയുകയാണ്. ഒന്ന്, അവൻ ഈ ഭൂമിയിൽ അപ്പൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കാത്ത് എന്തോന്ന് കാത്ത് വരും. അവൻ മടങ്ങി വരും. അവൻ ദൈവമകനായി മടങ്ങി വരും. അവൻ്റെ കെട്ട് പൊട്ടും. അവൻ്റെ ബന്ധന അഴിയും. അവൻ്റെ ദുർസ്വഭാവം പോകും. അവൻ ഈ ലോകപരമായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അവൻ ഈ ലോകത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടാലും അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വരും എന്ന് കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദേ വരുന്നു. മുഷിഞ്ഞ വേഷത്തോടെ, ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടെ, ആരും കണ്ടാൽ തൊടാൻ പറ്റാത്ത ശരീരത്തോടെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അപ്പൻ്റെ അടുക്കൽ വരുമ്പോൾ അപ്പൻ ദൂരത്ത് നിന്നപ്പോഴേ കണ്ടപ്പോഴേ വേറെ ആർക്കും മനസ്സിലായില്ല. പക്ഷെ അപ്പന് ഇതെൻ്റെ മോൻ തന്നെയാണ്. എത്ര താടി വളർന്നല്ല, കുളിക്കാത്ത വേഷമെന്നല്ല, കീറിപ്പറഞ്ഞ വേഷമെന്നല്ല, അവൻ ഇത്രയും വലുതായോന്നല്ല, ഇത്രയും ചെളിയായോന്നല്ല, ഇത്രയും കറുത്തോന്നല്ല. അപ്പൻ തിരിച്ചറിഞ്ഞു. കാരണം അപ്പനൊരു വിശ്വാസമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ. നീ പറ, നീ ചില വിഷയം പ്രാർത്ഥിക്കല്ലേ? ഇന്നല്ലേ അമേൻ അമേൻ. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കല്ല മറുപടി ഉറപ്പാ. ദൈവഹിതം അതെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ഉണ്ട്. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ഉണ്ട്. ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ഉണ്ട്. എൻ്റെ നിങ്ങളുടെ മുട്ടി യുദ്ധം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ നിങ്ങളുടെ മുട്ടി യുദ്ധം കൊണ്ട് ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെയോ എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം, എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ട്, ഉറപ്പായിട്ട്. ഓടിയത് എവിടെയാ? പ്രാർത്ഥനയ്ക്കകത്താ. ദൈവം ഓടി ദൈവത്തിൻ്റെ അടുത്താ. പക്ഷെ നിന്റെ കയ്യിൽ തന്ന തലമുറ ആരാ മക്കളെ? കുരുട്ട് കണ്ണുകളെ തുറപ്പിക്കുന്ന അനേകരെ അഭിഷേകം ചെയ്യാൻ, ദാൻ മുതൽ ബെർശേബ വരെ പ്രവചിക്കാൻ, ഇരുണ്ട അധ്യായത്തെ ഒരു വെളിച്ചമുള്ള അധ്യായമായി തുറപ്പിക്കാൻ ഹന്നയുടെ പ്രാർത്ഥനയിലൂടെ കയ്യിൽ വന്ന കുഞ്ഞ്. ഇന്ന് ഞാൻ പറയാ, ദാവീദിനെ കുറിച്ച് ആരും കണ്ടില്ല, പക്ഷേ ദൈവം കണ്ടു. ഈ കുടുംബത്തിൽ ഒരു രാജാവുണ്ട്, അവൻ സിംഹാസനം തിരിക്കും. പക്ഷെ അപ്പനും അമ്മയ്ക്കും കാണാൻ പറ്റാതെ കാട്ടിനകത്ത് വിട്ടു. ഞാൻ പറയാം, നീ ഇന്നും അങ്ങനെ ഇരിക്കുന്നേ. നിന്റെ കുഞ്ഞിന് സിംഹാസനം തിരിക്കേണ്ടതാണെന്ന് അറിയുന്നില്ല, നീ അവനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറയാം, നമ്മളെ തന്നെ കൊടുത്തിട്ട്, നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തിട്ട്, 2 നമ്മൾ എൻ്റെ കർത്താവിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന പൈതലാണെങ്കിൽ ഞാൻ പറയും, ചില ദിവസങ്ങൾക്കകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പൂർണ്ണമായൊരു മാറ്റം ദൈവം
ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഓ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഓ ദൈവം വിശ്വസ്തൻ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ തന്നെ. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു മരണം വരെ നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ പതറിപ്പോകല്ലേ, പേടിച്ചു പോകല്ലേ. ഇവർക്ക് മന്ന കിട്ടാത്തതുകൊണ്ടല്ല ഇവർ തളർന്നു പോയത്. ഇവർക്ക് ദൈവം കൊടുത്ത മന്നയെക്കുറിച്ച് നമ്മൾ 78 സങ്കീർത്തനത്തിൽ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സങ്കീർത്തനം 78 എന്നാണ് എൻ്റെ ഓർമ്മ. 23, 24 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 78 സങ്കീർത്തനം 22, 23 വായിച്ചേ. വായിച്ചേ സങ്കീർത്തനം 78. കൊടുത്തു. തൃപ്തിയാകും വണ്ണം, തൃപ്തി ആകും വണ്ണം. എങ്ങനെ അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, ഭക്ഷണമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ക്ഷീണിക്കാൻ കാരണം? ഇന്ന് ഞാൻ പറയട്ടെ സ്വത്രം, എന്തുകൊണ്ടാണ് അത് ക്ഷീണിക്കാൻ കാരണം? ക്ഷീണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. പത്യമില്ല, വചനമില്ല, ഒരു വേർപാടില്ല, ഒരു വിശുദ്ധിയില്ല. കേൾക്കുന്ന വചനം ഉണർവായി വെളിപ്പെടുന്നില്ല. കേൾക്കുന്ന വചനം നമ്മുടെ അകത്ത് ഇറങ്ങുന്നില്ല. കേൾക്കുന്ന വചനം എൻ്റെ നിങ്ങളുടെ അകത്ത് ഇറങ്ങിയാൽ അത് രൂപാന്തരം വരും. കേൾക്കുന്ന വചനം എൻ്റെ അകത്ത് ഇറങ്ങിയാൽ, അത് ജീവനായി ഇറങ്ങിയാൽ, ഇനി ആ പാപം വേണ്ടപ്പാ, ഇനി ആ തെറ്റ് വേണ്ട, ഇനി ആ കുറവ് വേണ്ട, എനിക്കെൻ്റെ യേശു മതി എന്ന് ഞാൻ വീണ് എൻ്റെ ഹൃദയത്തിനകത്തുള്ള ആവേശത്തോടെ ഞാൻ മുട്ടുമടക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ആഗ്രഹം, എൻ്റെ ആവേശം എൻ്റെ ദൈവത്തിനകത്ത് കാണാം, എൻ്റെ അകം കാണുമ്പോൾ എൻ്റെ ദൈവം അവിടെ ആ പാപത്തെ ജയിക്കാൻ ദൈവം കൃപ തരും. ആമേൻ. ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് ഒരു ഉണർവിൻ്റെ കാറ്റടിക്കട്ടെ. നമ്മുടെ സഭയിലുള്ള സകല വിശ്വാസ ഭവനങ്ങൾക്കകത്തും ഒരു ഉണർവിൻ്റെ കാറ്റടിക്കട്ടെ. സത്യസന്ധമായ വചനത്തെ ആഴമായി ഗ്രഹിച്ച് പാപത്തെ ജയിച്ചൊരു തലമുറ, വിശുദ്ധിയുള്ളൊരു തലമുറ, അധികാരമുള്ളൊരു തലമുറ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നൊരു തലമുറ, ആത്മാവിൽ നിറഞ്ഞൊരു തലമുറ, വചനത്തിൽ ജീവിക്കുന്നൊരു തലമുറ. ഓ പത്യത്തിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇസ്രായേൽ മക്കൾ പത്യത്തിൽ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പുറപ്പാട് പുസ്തകം 12 അവരെങ്ങനെ തിന്നണമെന്ന് പറഞ്ഞു. അവർ ചുട്ട ഇറച്ചിയെ തിന്നാവൂ, വടി പിടിച്ചിരിക്കണം, അര കെട്ടിയിരിക്കണം, ചെരുപ്പിട്ടിരിക്കണം, പിന്നെ തിടുക്കത്തിൽ തിന്നണം. കയ്പ് ചീര നിങ്ങൾക്ക് മറന്നതെല്ലാം, നിങ്ങളെല്ലാം മറന്നോ? കയ്പ് ചീരയോടുകൂടി തിന്നണം, തിടുക്കത്തിൽ തിന്നണം. പറഞ്ഞില്ല തിന്നാൻ. അവസാനം ഞാൻ പറഞ്ഞു നിർത്തി എന്തെന്നാ, അവിടെ ഒരുപക്ഷെ കിടരോഗികൾ ഒരുപാട് പേരുണ്ടായിരുന്നു, പ്രായം ചെന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, മോശ വിളിച്ചു പറഞ്ഞത് ഒരു കുളമ്പടി പോലും ശേഷിക്കത്തില്ല. പക്ഷെ കിടരോഗികളെ എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? പറ്റത്തില്ല. എന്നാൽ പത്യ വചനം തിന്നവർ അവിടെ ഒന്നും കിടന്നെന്നല്ല, അവിടെ ഒന്നും ശേഷിക്കുന്നല്ല. പത്യ വചനം തിന്നുന്നവൻ ദൈവം അവനെ ചാടി എഴുന്നേൽപ്പിച്ചു എന്നാ കഴിഞ്ഞ ആഴ്ച കേട്ടത്. ഹല്ലേലൂയ. അവിടെ ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ പുറത്തു കൊണ്ടുവന്നു. പത്യം തിന്നുന്നവനെ, പത്യവചനത്തിൽ ജീവിക്കുന്നവന് ഇത്തിരി ബുദ്ധിമുട്ടാ. പെട്ടെന്ന് ഞാൻ നിർത്താം. ഇത്തിരി ബുദ്ധിമുട്ടാ. ചുട്ട ഇറച്ചിയൊക്കെ തിന്നാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഓ ദൈവ പൈതൻ പത്യമുണ്ട്, വചനമുണ്ട്. ഈ വചനത്തിൽ ഇടത്തോട്ട് വലത്തോട്ട് പോകാൻ പാടില്ല. വചനം എന്ത് പറയുന്നു? ഓ ഹല്ലേലൂയ. വചനം എന്താ പറയുന്നത്? വചനം പറയുന്നു, എന്നെയൊക്കെ ചില ആളുകളോട് ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. ശ്രദ്ധിച്ചു കേട്ടോ എന്താണെന്ന്. ഞാൻ ഇന്നലെ സൂം മീറ്റിംഗിൽ ഒരു വരി പറഞ്ഞു, ഭിക്ഷക്കാരനും ശാലിനിയും തമ്മിൽ വ്യത്യാസമില്ല ദൈവത്തിന്. ഞാനും ഭിക്ഷക്കാരനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ദൈവത്തിന്? ഇല്ല. അപ്പോൾ ഭിക്ഷക്കാരനോട് എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അവരെന്തെങ്കിലും തരണമെന്ന് ആശ്രയിക്കുന്നവരാണ്. ആരെ? സ്വത്രം. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനും അയാളും ഒരു വ്യത്യാസവും, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒറ്റ വ്യത്യാസമില്ല. സ്വത്രം. ഞാൻ പറയാം, അയാളെ ഞാൻ വേദനിപ്പിച്ചാൽ ആ വേദന ദൈവത്തിനടുത്ത് ഒരു നിർവാഹമില്ല. ഒരു വഴിയമ്പലത്തിൽ കിടക്കുന്ന ആള്, അയാളെ ഒരു വാക്കുണ്ടെങ്കിലും എന്നെ വചനം നിർത്താൻ പറ്റുന്നില്ല, ഇത് പറയാനും പറ്റുന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു അധ്യായമുണ്ട്, അത് ഞാൻ പിന്നൊരു ദിവസം പ്രസംഗിക്കാം. ഒന്നും എന്നിലില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തുള്ള ഒരു അധ്യായം വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പാ ഇത്രയ്ക്ക് ഈ മനുഷ്യൻ അങ്ങിൽ നിറഞ്ഞ് ജീവിച്ചോ? എനിക്കറിഞ്ഞുകൂടാ. ആ അധ്യായം വായിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ.
എനിക്കത് പറയാനും സമയം പോരാ. ഞാൻ പറയാം, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വലിയവനെന്നും ചെറിയവനെന്നും ഇല്ല. എൻ്റെ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല സ്നേഹിതരെ. നമ്മളെല്ലാവരും തുല്യരാണ്. ഓ ജീസസ്. സാധുക്കളെന്നോ പണക്കാരെന്നോ ഇവിടെയുള്ള ആൾക്കാർക്കായി ചിന്ത. സാധുക്കളും പണക്കാരും പദവിയുള്ളൊരു പഠിപ്പോ അതെല്ലാം ഇവിടുത്തെ ചിന്തയാ. അവിടെ ഇതൊന്നും ചിന്തയേ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെക്കുറിച്ച് ദൈവശക്തിയെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അവിടെ ഇതൊന്നുമില്ല. അവിടെ ഇവിടെ കൂട്ടിയ സമ്പത്തൊന്നുമല്ല ഇവിടുത്തെ ചുറ്റുപാടുമല്ല. അവിടെ നിങ്ങൾക്ക് വചനം അറിയത്തില്ല, അതുകൊണ്ട് തെറ്റിപ്പോകുന്നേ. സ്വത്രം പത്യവചനപ്രകാരമാണ് ഒരു പൈതൽ ജീവിക്കുന്നത്. ഞാൻ പറയാം, പ്രശ്നം വരില്ലെന്നല്ല, പ്രശ്നം വരും. പക്ഷെ അവയുടെ നടുവിലും ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ കർത്താവിങ്കിലേക്ക് നോക്കി പ്രകാശതയോടെ, ലോകം നോക്കുമ്പോൾ ഈ അവനെ തള്ളിക്കാണും, പറഞ്ഞു കാണും. പക്ഷേ യേശു നോക്കുമ്പോൾ, ഓ എൻ്റെ പിള്ള നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷപ്പെട്ടകന്നവൻ, ദൈവഭക്തൻ, ഓ ദൈവഭക്തൻ. അങ്ങനെ വേർപാടോടെ ജീവിക്കുന്നവനെ തകർക്കാൻ ഒരിക്കലും കഴിയത്തില്ല. 1-2 കാര്യം കൂടെ പറഞ്ഞത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിർത്തും. സ്വത്രം അങ്ങനെ ഉണ്ടെന്ന് വചനത്തിൽ തെളിവുണ്ടോ? ഉണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ വാക്യം വായിക്കുമ്പോൾ പല യുദ്ധങ്ങളിൽ ദാവീദ് യുദ്ധം ചെയ്തു. പലയിടത്തും യുദ്ധത്തിന് ദാവീദിനെ കൂടെ കൊണ്ടുപോയി. എന്നാൽ ചിലയിടത്ത് വന്നപ്പോൾ തള്ളിക്കളഞ്ഞു. ദാവീദ് മടങ്ങി വരികയാണ് സിക്ലാക്കിലേക്ക്. വന്നപ്പോൾ അമാലേക്ക് സിക്ലാക്ക് തീയിട്ട് ചുട്ട് വെന്ത് നശിപ്പിച്ചു. ദാവീദിൻ്റെ ഭാര്യമാരെയും പുത്രിമാരെയും സകലരെയും പിടിച്ചോണ്ട് പോയി. ശമൂവേലിന്റെ 30-1 മുതൽ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. വായിച്ചേ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവ ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തെ അഹീനോവം കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെ അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദ് എങ്ങനെയായി? വലിയ കഷ്ടത്തിലായി. അടുത്ത് ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വിസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഇതുവരെ കൂടെ നിന്നവരെല്ലാം ഇപ്പൊ എന്ത് ചെയ്തു? ഇതുപോലെ മോശം കല്ലെടുത്ത് എറിയുക. അത് പിന്നീട് ഭാഗം ഞാൻ പറയും. സ്തോത്രം. ദാവീദിനെ എറിയാൻ ഇതുവരെ ദാവീദ് കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ദാവീദ് ഒറ്റപ്പെട്ടു അല്ലേ? കല്ലെറിയെടുത്തു. അടുത്ത വരി. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. നിന്നെ കല്ലെടുത്തു അല്ലേ പലരും? പക്ഷെ നീ ദൈവത്തിൻ്റെതാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നീയെങ്കിൽ, നിനക്ക് കല്ലല്ല വിഷയം, എടുത്തവരുമല്ല വിഷയം, ചുറ്റും നിൽക്കുന്നവരല്ല വിഷയം. നിന്റെ വിഷയം ദൈവമാണ്. നിനക്ക് മനസ്സിലായോ? നമ്മുടെ വിഷയം ആരാ? ദൈവമാ. നമ്മുടെ വിഷയം ദൈവമാ. ജീസസ്. വായിച്ചേ. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എങ്ങനെ? ആര് ധൈര്യപ്പെട്ടു? ദൈവമായ യഹോവയിൽ എന്ത് ചെയ്തു? നിങ്ങളുടെ ചുറ്റും കല്ല് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരൊക്കെ ധൈര്യപ്പെടും? നമ്മൾ ഉടനെ ഫോൺ വിളിച്ച് നീയാറ്റെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയും, എന്നെ ഒരു ചുറ്റും ഇതാ കല്ലെറിയാൻ. ഉറപ്പല്ലേ സഹോദരങ്ങൾ? നിങ്ങൾ പറ. നമ്മൾ ഉടനെ മെമ്പറിനെ വിളിക്കും, കൗൺസിലറെ നിങ്ങൾ ഇവിടെ നിൽക്കുക, എന്നെ ഇവിടെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പറയൂലേ? ഇനി എന്നെയാണ് കല്ലെറിഞ്ഞാൽ, ചേട്ടാ എവിടെ നിൽക്കുക, പെട്ടെന്ന് വാ, എന്നെ ഇതാ ഇപ്പോൾ തട്ടും, ആണോ അല്ലേ? ഇനി നമ്മളെ വിശ്വാസ കുടുംബങ്ങൾ നമുക്ക് അത്രത്തോളം ഉള്ളവരാണെങ്കിൽ ഉടനെ അവരെയും വിളിക്കും, എന്നെ ഇപ്പോൾ കല്ലെറിയാൻ നിങ്ങൾ പെട്ടെന്നിരുന്ന് പ്രാർത്ഥിച്ചോ, ഇവിടെ നിന്ന് രക്ഷിക്കുക, ലാസ്റ്റിലേ വിളിക്കും. അത് സ്വന്തം നോക്കിയേ. ബാക്കി എല്ലായിടവും വിളിച്ച് ആശ്രയിച്ചതെല്ലാം എവിടെയായി? ലാസ്റ്റ് അറ്റം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു വൈക്ക്. അത് എപ്പോഴാണ് പറഞ്ഞേ? ലാസ്റ്റിൽ. ആദ്യം എല്ലാം ആശ്രയിച്ചത് എവിടെയാ? പോലീസിലും അവിടെ ഇവിടെ എല്ലാം ആശ്രയിച്ചു പോയി, തീർന്നു. സ്വത്രം. പക്ഷെ ദാവീദ് മനുഷ്യരിൽ ആശ്രയമോ പാടാറിയാലോ, ദൈവത്തിൽ. എന്ത് ചെയ്തു? വായിച്ചേ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, നിന്റെ ചുറ്റും കല്ലുകളായിരിക്കും, കുഴപ്പമില്ല. നീ ദൈവത്തിലാണെങ്കിൽ കല്ല് സാരമില്ല, അറിയട്ടെ നിന്നെ ഒരു ചുക്കം ചെയ്യാൻ. നീ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കണ്ട, നിവർന്ന് തന്നെ നട. കല്ലെവിടെ കൊള്ളണമെന്ന് ദൈവം തീരുമാനിക്കും. ഓ, ആർക്കൊക്കെ ആലോചന വെളിപ്പെട്ടു? കല്ലെവിടെ കൊള്ളണമെന്ന് തീരുമാനിക്കുന്നത് ദൈവം. ഞാൻ നീ എറിയുന്നവനും അല്ല.
അതുകൊണ്ട് കല്ല് കൊള്ളേണ്ടത് കൊണ്ടോട്ടെ, പക്ഷേ നീ ദൈവത്തിലാണെങ്കിൽ. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിഞ്ഞത് ആരോടൊക്കെ വ്യക്തവും സ്പഷ്ടവുമായി സംസാരിക്കുക. വായിച്ചേ. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അടുത്ത ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദാവീദ് ഉടനെ പറഞ്ഞു, ഏഫോദ് കൊണ്ടുവരിക. അബ്യാഥാർ ഏഫോദ് ഭാര്യമാരെ കൊണ്ടുപോയി, മക്കളെ കൊണ്ടുപോയി, സകലത്തും കൊള്ളയടിച്ച് കൊണ്ടുപോയി, ജനം എല്ലാത്തിനും പിടിച്ചുകൊണ്ടുപോയോണ്ട് എല്ലാം കൂടെ കല്ലെറിഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ സ്വത്രം ഏഫോദ് കൊണ്ടുവരാൻ വിളിച്ചു പറയുകയാണ്. ദാവീദ് ദൈവത്തിൽ ശക്തിപ്പെട്ടു. അടുത്തവരെ അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ ഏഫോദ് കയ്യിലെടുക്കാറുണ്ടോ? നമ്മൾ പ്രശ്നം വരുമ്പോൾ എടുത്തതൊക്കെ എന്തോന്നാ? നേരത്തെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഓ ജീസസ്, നീ പതറിപ്പോകല്ലേ, നീ തളർന്നു പോകല്ലേ, നീ വീണ് പോകരുത്. ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ മറുപടി ഉറപ്പാണ്. ഏഫോദ് എടുത്തവൻ, ദൈവത്തിൽ ശക്തിപ്പെട്ടവൻ, ആലോചന ചോദിച്ചവൻ 3 കാര്യം ചെയ്തപ്പോൾ 4ാമത് ശബ്ദം കേട്ടു, പിന്തുടരുക. 2ാമത്തെ ശബ്ദം, നീ എത്തിപ്പിടിക്കും. നീ മനുഷ്യനെ ആശ്രയിക്കല്ലേ, നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകും. മനുഷ്യനെ വലിച്ചെറിഞ്ഞിട്ട് പോകും. നീ മനുഷ്യനെ ആശ്രയിച്ച് എറിഞ്ഞിട്ട് പോകും. അതുകൂടെ പറഞ്ഞിട്ട് നിർത്തണോ? അതുകൂടെ പറഞ്ഞിട്ട് 4 കാര്യം പറഞ്ഞിട്ട് നിർത്തണോ? അതോ ഇപ്പം നിർത്തണോ? ഹല്ലേലൂയ. നീ മനുഷ്യൻ. ദാവീദ് ആരിൽ ആശ്രയിച്ചു? ദൈവത്തിൽ ആശ്രയിച്ചു. ദാവീദ് ആരിൽ ആശ്രയിച്ചു? ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ അദ്ദേഹം തന്നെ ആ 4 കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. സ്വത്രം 11ാം വാക്യം വായിക്കുമ്പോൾ ഇവരിങ്ങനെ അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ, അമാലേക്കിനോട് സ്വത്രം ഇവരെ ദൈവമക്കൾ ഏഫോദ് എടുത്തുകൊണ്ടെന്ന് പ്രാർത്ഥന ആലോചന ചോദിച്ചു. സിക്ലാക്കിൽ വന്ന് നോക്കിയപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി. ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്, ദൈവമേ, ഞാനിവരെ പിന്തുടരണമോ, ഈ പരീക്ഷയെ പിന്തുടരണമോ എന്ന് ചോദിച്ച് ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞു, മോനെ പൊക്കോ, നീ പിന്തുടരുക. നീ അവനെ എത്തിപ്പിടിക്കും. നീ പിന്തുടരുക, എത്തിപ്പിടിക്കും. അങ്ങനെ ഇവർ യാത്ര ചെയ്ത് പോകുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. സ്വത്രം 9ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ 30:9 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അവർ പോവുകയാണ്. പോകുമ്പോൾ ഇതാ ദൈവത്തിന് സ്വത്രം. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കൽ എത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചത് കൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്ന് ചെന്നു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആരെ കണ്ടു? മിസ്രൈമിനെ കണ്ടു. ദാവീദിനെ കണ്ടു. ദാവീദ് ആരിൽ ആശ്രയിച്ചു? യഹോവയിൽ ആശ്രയിച്ചു. ഇവിടെ പോകുന്ന വഴിക്ക് ഒരു മിസ്രൈമിനെ കണ്ടു. വായിച്ചെടുത്ത വരി. മിസ്രൈമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഒരു കഷണം അത്തിയടയും 2 ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവൻ ഉയിർ വീണു. 3 രാവും 3 പകലും അവർ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ? നീ ആരുടെ ആൾ? എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിനെ 2, നീ എവിടത്ത് കാരൻ? ആരാണത്? നീ ആരുടെ മകൻ? നീ എവിടത്തുകാരൻ? വഴിയിൽ വീണ് കിടക്കുന്ന കണ്ടിട്ട് ദാവീദിന്റെ അടുത്ത് കൊണ്ടുപോയത് അവനെ. എവിടത്തുകാരൻ? അടുത്തവൻ. അവൻ പറയുകയാണ്, ഞാൻ ഒരു മിസ്രൈമ ബാലക്കാരൻ, ഒരു അമാലേക്കിന്റെ ഭൃത്യൻ. ഞാനൊരു അമാലേക്കിന്റെ ഭൃത്യനാണ്. അടുത്ത 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് 3 ദിവസം മുൻപ് പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. നീ മനുഷ്യനിൽ ആശ്രയിച്ചാൽ നിനക്ക് ദീനം വരുമ്പോൾ ഉപേക്ഷിക്കും. പണമില്ലെങ്കിൽ ഉപേക്ഷിക്കും, പേരില്ലെങ്കിൽ ഉപേക്ഷിക്കും, പ്രശസ്തി. ഇതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. ഈ ദാവീദ് കൊടുത്ത ഓരോന്നും എന്താണെന്ന് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ പറയാം. സ്തോത്രം. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അമാലേക്യൻ പറഞ്ഞു, അമാലേക്യന്റെ ആ ബാല്യക്കാരൻ പറഞ്ഞു. വായിച്ചേ, ഒന്നുകൂടെ വരി വായിച്ചേ. ആ വരി തന്നെ വായിച്ചേ. ഒരു അമാലേക്കിന്റെ ഭൃത്യൻ, അമാലേക്കിന്റെ ഭൃത്യൻ പറഞ്ഞു. അടുത്ത 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട്. എനിക്ക് എന്ത് പിടിച്ചു? എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ ഇത്രയും വർഷം അവനെ കൊണ്ട് പണിയെടുപ്പിച്ചു. ദീനം പിടിച്ചപ്പോ അവൻ എന്ത് ചെയ്തു?
ഉപേക്ഷിച്ചു. 3 ദിവസം കൊണ്ട് എന്തില്ല? ആഹാരമില്ല, വെള്ളമില്ല, ആളില്ല, സഹായിക്കാനും ആരും. ഈ വന്ന വഴിയിൽ വരുന്നതാരാ? ദാവീദും കൂട്ടരും. 400 പേരും അല്ലേ? 600-200 പേർ അവിടെ തങ്ങിയില്ലേ? 400 പേരും ദാവീദും വരുമ്പോൾ ദാവീദ് കല്ലെറിഞ്ഞവൻ്റെ അടുക്കൽ പേടിച്ചിട്ടല്ല വന്നേ. അവൻ ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടിട്ട് ഏബോധെടുത്ത് പ്രാർത്ഥന റൂമിനകത്ത് മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ് പിന്തുടരാൻ. ദൈവം പറഞ്ഞ് നീ എത്തിപ്പിടിക്കുമെന്ന്. ഈ ആലോചന കേട്ടവൻ പിന്തുടരാൻ ഇറങ്ങുമ്പോൾ ലോകത്തെ ആശ്രയിച്ച ദൈവത്തെ ആശ്രയിച്ചവൻ ദൈവവാക്ക് കേട്ട് അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ ലോകത്തെ ആശ്രയിച്ച ഒരുവൻ, മനുഷ്യനെ ആശ്രയിച്ച ഒരുവൻ വഴിയിൽ വീണ് കിടക്കുന്നത് അവൻ്റെ കണ്ണാലെ കണ്ടു. ഞാൻ നീയും മനുഷ്യരെ ആശ്രയിക്കില്ലേ? അവൻ്റെ ജോലി ചെയ്യേണ്ട അത്രയും സമയവും അവനെ കൊണ്ട് ജോലി ചെയ്യിച്ച് പിഴിച്ചിട്ട് രോഗം വന്നപ്പോൾ ചികിത്സിക്കാതെ കൊണ്ടെറിഞ്ഞിട്ട് പോയി, ഉപേക്ഷിച്ചിട്ട് പോയി. ആഹാരമില്ല, മരിക്കാറായി. കണ്ടോ, ഇതാണ് അമാലോക്യൻ ചെയ്യുന്നത്. അമാലോക്യനെ നീ ആശ്രയിച്ചാൽ നിന്റെ കഴിവുള്ള കാലം അവൻ നിന്നെ പിഴിയും. ദൈവത്തിൽ ആശ്രയിച്ചാൽ കഴിവില്ലെങ്കിലും പത്യവചനത്തിൽ ജീവിച്ചാൽ നീ ചാടി എഴുന്നേൽക്കും. ഓ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പൈതലേ, ആലോചന ചോദിക്കുന്ന പൈതലേ, ദൈവം പറയും പിന്തുടരുക, നീ എത്തിപ്പിടിക്കും.